രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിജീവിതയുടെ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കപ്പിൽ എഴുതി ആ കപ്പുമായിട്ട് വരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നേരത്തെ നമുക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് യാദൃശ്ചികമാണ് കേട്ടോ. അതൊരു കപ്പ അങ്ങനെ എടുത്തതൊന്നുമല്ല. അന്ന് അവിടെ ഇരിക്കുമ്പോൾ ഒരു വെള്ളം കുടിക്കുന്നതിന് ഒരു കപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ആ കപ്പ് അതിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളത് സീമൻ അറിയില്ല. ആർക്കും അറിയില്ല. ഇത് ഞാനപ്പോ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരാളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന കാണുന്നുണ്ട്. ഈ വെള്ളം കുടിക്കുന്ന ഒരു പുതുമയിലല്ല എന്റെ കാര്യത്തില്. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതൊരു വലിയ പുതുമയായിട്ട് എനിക്ക് തോന്നില്ല. എന്നാലും ഒരു ശ്രദ്ധയോടെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. നമസ്കാരം. രാജാധിപത്യം മാറി ജനാധിപത്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ജനാധിപത്യ ഭരണഘടനാ പ്രകാരമുള്ള രാജ്യത്തെ രാജാക്കന്മാർ നിലവിലുണ്ട്. ആ രാജാക്കന്മാരെന്ന് പറയുന്നത് ജനങ്ങളാണ്. അപ്പോൾ ആ രാജാക്കന്മാർക്ക് വിധി എഴുതാൻ അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് കൽപ്പന പുറപ്പെടുവിക്കാൻ തക്ക ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇലക്ഷൻ, നമ്മുടെ തെരഞ്ഞെടുപ്പ്. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് പൊതുജനങ്ങൾ രാജാക്കന്മാരാകുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നമുക്കിവിടെ 3 മുന്നണികളാണ് ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒന്ന് UDF, LDF, അതുപോലെ തന്നെ BJP നേതൃത്വം നൽകുന്ന മുന്നണി. ഈ മുന്നണികളിൽ പെട്ടവരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു 5 പേര് തോൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. അത് നമ്മുടെ സമൂഹ നന്മയെ കരുതിയാണ് പറയുന്നത്. ആദ്യമേ തന്നെ സസ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ പേരുകൾ അങ്ങോട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ഇവിടുത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തോൽക്കണം. 2, നിലവിൽ ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ തോൽക്കണം. 3, ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തോൽക്കണം. 4, K മുരളീധരൻ തോൽക്കണം. 5, രമേശ് ചെന്നിത്തല തോൽക്കണം. ഈ 5 നേതാക്കൾ തോൽക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ പൊതുവായിട്ട് ഈ വീഡിയോ കാണുന്ന പല പൊതുസമൂഹത്തിലും ഒരു ചോദ്യം ചോദിക്കും, ഇവരൊക്കെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആരാണ് അടുത്ത മന്ത്രിസഭേനെ നിയന്ത്രിക്കുന്നത് അല്ലെ നയിക്കുന്നതെന്ന്. അത് ഇതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള ഒരു രംഗപ്രവേശനം ചെയ്തുകൊള്ളും. അതുമാത്രമാണ് അതിൻ്റെ ആൻസർ. കാരണം ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിച്ച് ഇവരുടെ സത്യസന്ധതയും അല്ലെങ്കിൽ ഇവരുടെ ആത്മാർത്ഥത എത്രയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിനോടൊക്കെ ഏകദേശം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിനകത്ത് ഇനിയിപ്പോൾ ഭരിക്കാനായിട്ട് അംഗം കുറിച്ച് നിൽക്കുന്നവരുടെ പോലും കൂടെ ഇൻറ്റഗ്രിറ്റി നമുക്കിവിടെ ബോധ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് തന്നെയാണ് അത്തരത്തിൽപ്പെട്ടവർ പോലും കൂടെ തോൽക്കണം എന്നുള്ളത് പറയുന്നത്. ഇത് പറയുന്നത് മാത്രമല്ല, ഇതിവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഭരണം, അതായത് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ള 2 ടൈം ഭരണം തന്നെ നമ്മുടെ ഈ കേരള സമൂഹത്തിന് വന്നിരിക്കുന്ന എത്രമാത്രം ഡാമേജുകളാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അവർ പറയുന്നത് ഭയങ്കര വികസനം നടത്തി, വികസന മുന്നേറ്റം അല്ലെങ്കിൽ നവ കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. അത് നമുക്കറിയാം, ഏകദേശം നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് തന്നെ 102 കോടി രൂപ, കൃത്യമായ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 102 കോടി രൂപയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ PRD ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനു വേണ്ടിയിട്ട് തന്നെ ചെലവഴിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ അങ്ങാറ്റം മുതൽ ഇങ്ങാറ്റം പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ കേരള സർക്കാരിൻ്റെ, അതായത് പിണറായി വിജയൻ്റെ വലിയൊരു ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് 70mm ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് കാണിക്കുന്ന കുറേ പരസ്യങ്ങളും, അതുപോലെ എല്ലാ മാധ്യമങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പരസ്യങ്ങളുടെ കൂമ്പാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ചെലവഴിക്കുന്ന ആ ഒരു പണമാണ് പറഞ്ഞത്. അപ്പോൾ ഈ പരസ്യങ്ങളിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞ വികസനം. ഇവിടെ ജനങ്ങൾക്ക് യാതൊരു വികസനം ഇല്ല എന്ന് മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന കേരള സമൂഹത്തിൻ്റെ ജീവിത നിലവാരം അല്പം കൂടെ പുറകോട്ടാണ് അടിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെയൊക്കെ പിന്നിലായിരുന്ന പല സംസ്ഥാനങ്ങളും നമ്മളെക്കാൾ മുന്നിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് തമിഴ്നാട് തന്നെ എടുത്തു നോക്കാം. ഇവിടെ തൊട്ടടുത്ത സംസ്ഥാനമുള്ള തമിഴ്നാട്, അവിടെ പോലും ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്നതിനേക്കാളും വളരെയധികം ഡെവലപ്പായി. അതിൻ്റെ വ്യക്തമായ തെളിവാണ്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ വന്നുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആരും തന്നെ കാര്യമായ തൊഴിലാളികളിലൂടെ വരുന്നില്ല. ഇവിടെ ഇപ്പോൾ ബംഗാളികൾ, നമുക്കറിയാം CPM ഭരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ CPMൻ്റെ ഉരുക്കു കോട്ട എന്ന് പറയപ്പെട്ടുകൊണ്ടിരുന്ന പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗാളികളാണ് ഇപ്പോൾ കേരളത്തിലെ തൊഴിലാളികൾ കംപ്ലീറ്റ്. അതിഥി തൊഴിലാളികളെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പേരൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടെ ഏതായാലും അതിഥിയാണെങ്കിലും അല്ലെങ്കിലും ശരി, അവരാണിപ്പം മെയിൻ തൊഴിലാളികൾ. അപ്പോൾ ഈ രീതിക്കായി മാറിയിരിക്കുകയാണ്. നമ്മളിവിടെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പൊതുവെ ഇവിടെ പ്രതിപക്ഷം
അത് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ശക്തമായിട്ട് അത്തരം കാര്യങ്ങളൊന്നും പൊതുമണ്ഡലത്തിലേക്ക് ചർച്ചയ്ക്ക് വരുന്നില്ല. അതായത് 1957 EMS മന്ത്രിസഭ മുതൽ 2016 ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരെയുള്ള കാലഘട്ടത്തിൽ ഈ കേരളം എടുത്തിട്ടുള്ള മൊത്തം കടം, അതായത് കേരളത്തിൻ്റെ മൊത്തം വികസന പ്രവർത്തനങ്ങൾ ഈ 57 മുതൽ 2016 വരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വികസന പദ്ധതികൾക്കും കൂടെ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മൊത്തം ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മൊത്തം കടം എന്ന് പറയുന്നത് 1.25 ലക്ഷം കോടി രൂപയാണ്. 1.25 ലക്ഷം രൂപയല്ല, 1.25 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ മൊത്തം കടം ഈ 1957 മുതൽ ഈ 2016 വരെ, അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നത് വരെ ഈ കേരളം എടുത്തിട്ടുള്ള കടം. എന്നാൽ ഈ 2016 മുതൽ ഈ 2026 വരെ ആയപ്പോഴത്തേക്ക് പിണറായി വിജയൻ മന്ത്രിസഭ 2 ടൈമിൽ തന്നെ എടുത്തിരിക്കുന്ന കടം എന്ന് പറയുന്നത് ഏകദേശം 5.25 ലക്ഷം കോടി രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് 57 മുതൽ 2016 വരെ വരുന്ന ഏകദേശം 60 വർഷക്കാലം കൊണ്ട് എല്ലാ സർക്കാരുകളും, നമുക്കറിയാം 10-20 മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള മൊത്തം കടങ്ങളും ആ കടത്തിൻ്റെ 1.25 ലക്ഷം കോടി രൂപയാണ്. അതിൻ്റെ 3 ഇരട്ടി കടം ഈ 2 ടൈം കാലഘട്ടം കൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭ എടുത്തു ചെലവഴിക്കുകയും കൂടെ ചെയ്തു. എന്നാൽ ഈ എടുത്ത് ചെലവഴിച്ച പണത്തിൻ്റെ അനുസൃതമായിട്ടുള്ള എന്ത് വികസനമാണ് ഇവിടെ വന്നിട്ടുള്ളത്? എന്ത് വികസനം? നമ്മൾ പല പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ പിണറായി വിജയൻ മന്ത്രിസഭ ഈ 2 ടൈം കാലഘട്ടത്തിൽ അവർ തുടങ്ങി വെച്ച് പൂർത്തീകരിച്ച എടുത്തു പറയാവുന്ന ഒറ്റയ്ക്കൊരു പദ്ധതി, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്കിലും കേട്ടിട്ടുള്ളവരോട് ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു, കേൾക്കാത്തവരോടും കൂടെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എടുത്തു പറയാവുന്ന ഒരൊറ്റ പദ്ധതിയെങ്കിലും ഇവിടെ പ്രാവർത്തികമായത് എടുത്തു പറയാനുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഒറ്റ പദ്ധതി പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സ്വാഭാവികമായിട്ട് ഭരണ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് റോഡുകൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങൾ, പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡുകൾ, ഇത്തരമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്. കുറച്ചൊക്കെ പാലങ്ങൾ, അതുപോലെ തന്നെ കുറേ ലൈഫ് മിഷൻ പദ്ധതികൾ, ഇതൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെയൊക്കെ പ്രധാന ഓഹരി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഹരിയാണ്. അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭരണം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വികസനം നടന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടെ കാര്യമായ യാതൊരു വികസനവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നിരിക്കുന്ന വികസനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡുകളും ഇത്തരം കുറേ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പങ്ക് വഹിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ പിന്നെ ഇവിടെ എന്ത് വികസനം നടത്തി? പ്രത്യേകിച്ച് വികസനവും നടത്തിയിട്ടില്ല. അതായത് പഴയ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി അല്ല പറയുന്നത്, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ ഫാദർ, അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി. അതായത് 100 രൂപ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ പുറപ്പെടുവിക്കുമ്പോൾ അല്ലെ കൊടുക്കുമ്പോൾ വെറും 20 രൂപ മാത്രമാണ് അവർക്കത് പ്രയോജനപ്പെടുന്നത്, അല്ലെ അവരുടെ കയ്യിൽ ലഭിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അഴിമതിയിലൂടെ അടിച്ചു മാറ്റുകയാണെന്നുള്ളത് 40 വർഷം മുമ്പ് രാജീവ് ഗാന്ധി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ ഒരല്പം കൂടെ കൂടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്, അല്ലെ ഞങ്ങൾക്കിതിൽ നിന്നും മനസ്സിലായിട്ടുള്ള, പൊതുസമൂഹത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ള. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ഫണ്ട് തിരിമറിയിൽ അല്ലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ടിൻ്റെ ഏകദേശം 90% അടിച്ചു മാറ്റുന്നു എന്നുള്ള രീതിയിലേക്കാണ് നമുക്കിവിടെ കണക്കുകൾ നോക്കുമ്പോൾ സൂചിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് 10% മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. അതായത് ഒരു 10 കോടി രൂപയുടെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പദ്ധതി ഇവിടെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 1 കോടി രൂപയുടെ വർക്ക് അവിടെ നടക്കും, അല്ലെ 1 കോടി രൂപയുടെ പ്രവർത്തനം അവിടെ നടക്കും. ബാക്കി 9 കോടിയും അടിച്ചു മാറ്റും. അതിൻ്റെ ഉദാഹരണം കാണണമെന്നുണ്ടെങ്കിൽ പല വെയിറ്റിംഗ് ഷെഡുകൾ തന്നെ എടുത്തു നോക്കിയാൽ മതി. ഓരോ നേതാക്കന്മാരുടെ, MLA-മാരുടെ, മന്ത്രിമാരുടെയൊക്കെ പേരെഴുതി വെച്ച് നടത്തിയിരിക്കുന്ന ഓരോ വെയിറ്റിംഗ് ഷെഡ് അതിനകത്ത് ചിലവഴിച്ചിരിക്കുന്ന ആ ഫണ്ട് എത്രയാണെന്നുള്ളത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലൊക്കെ ഒരു 25 വെയിറ്റിംഗ് ഷെഡ് പണിയാവുന്ന പൈസയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ വെയിറ്റിംഗ് ഷെഡിന് തന്നെ ചിലവാക്കി കഴിച്ചിരിക്കുന്നത്.
ഈ രീതിയിലാണ് പല പല പണികളും നടന്നിരിക്കുന്നത്. പല റോഡിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും നമുക്കറിയാം. ഇതിനു മുമ്പ് UDF മന്ത്രിസഭ ഇരുന്ന കാലത്ത് പാലാരിവട്ടം പാലം എന്നും പറഞ്ഞിട്ടൊരു പാലത്തിൻ്റെ കാര്യം മാത്രമായിരുന്നു അഴിമതിയെ പോലെ ആരോപിച്ചുകൊണ്ടിരുന്നത്. പാലാരിവട്ടം പാലം റിപ്പയർ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, അല്ലാതെ പൊളിച്ചൊന്നും പണിതിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ 2ാം ടൈമിൽ പിണറായി വിജയൻ മന്ത്രിസഭയിൽ പിണറായി വിജയൻ്റെ മരുമോനായ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയതിനു ശേഷം എത്ര പാലങ്ങൾ അപകടത്തിൽപ്പെട്ടു, എത്ര മരണങ്ങൾ വരെ സംഭവിച്ചു, ഇതൊന്നും കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. എത്ര പദ്ധതികൾ, എത്ര ടൂറിസം മേഖലയിലൊക്കെ ഓരോ പദ്ധതികൾ നടപ്പാക്കി കോടികൾ വാരി എറിഞ്ഞിട്ട് ഇപ്പോൾ പലതും ചുരുട്ടിക്കെട്ടി മൂലയ്ക്ക് വെച്ചിരിക്കുന്ന എത്രയോ സംഭവങ്ങൾ, അങ്ങനെ എത്ര ബിൽഡിങ്ങുകൾ എല്ലായിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം അപാകതകളും അഴിമതികളുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പിണറായിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂട ഭീകരതയുടെ ഒരു പര്യായമായതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഈ സർക്കാരിനെ അങ്ങേയറ്റം വെറുക്കുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെ പ്രതികരിക്കേണ്ട അല്ലെ പൊതുസമൂഹത്തിലെ ഇത് ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നിടത്ത് പ്രതിപക്ഷ നേതാവ് വളരെ മോശമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭരണകക്ഷി ഇത്രയും മോശപ്പെട്ട ഒരു ഭരണം കാഴ്ചവെക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഉരുണ്ട് കളിച്ച് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനാണ് നമ്മളിവിടെ പലപ്പോഴും കാണുന്നത്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ പൊതുസമൂഹത്തിൻ്റെ അറിവിൽ, എൻ്റെ ഒന്നും അറിവിൽ, ഞാൻ ഈ കേരളത്തിൻ്റെ ഓരോ എന്താ പറയുക, അതായത് രാഷ്ട്രീയത്തിൻ്റെ ഓരോ കണികയും നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ, ഞങ്ങളൊരു ടീമായിട്ടാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ മറ്റേ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏതൊരു സമരമുഖത്ത് ഏത് കാര്യത്തിലാണ് ശക്തമായിട്ടൊന്ന് ഇടപെട്ടിട്ടുള്ളത്? കുറച്ച് ഡയലോഗുകൾ അടിക്കും, അല്ലെങ്കിൽ നിയമസഭയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് മാത്രമല്ലല്ലോ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ആയിട്ട് നമ്മൾ VD സതീശനെ ഇതുവരെയും കണ്ടിട്ടില്ല. അഥവാ പ്രതിപക്ഷത്ത് നല്ല ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒതുക്കി ഇല്ലാതാക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്ന രീതിക്കൊക്കെ ആണെങ്കിൽ VD സതീശൻ ചുമതലയേറ്റതിന് ശേഷം നടത്തിയിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ചു എന്നൊക്കെ വളരെ വലിയ ആഘോഷമായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എടുത്തു പറയേണ്ടതാണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പ്, അതുപോലെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ ഈ അടുത്തിടെ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇവിടെയെല്ലാം പ്രതിപക്ഷം ശക്തമായിട്ട് വിജയിക്കുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ സന്ദർഭങ്ങളിലെല്ലാം വളരെ അതിശക്തനായിട്ടുള്ള ഒരു യുവനിരയിലെ ആണിക്കല്ല് എന്ന് പറയുന്ന രീതിയിൽ രാഹുൽ മാക്കൂട്ടം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് പോലെ, അതായത് നല്ല അഗ്രസീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫുട്ബോൾ ടീമിൻ്റെ സെൻറ്റർ ഫോർവേഡായിട്ടുള്ള കളിക്കാരൻ ഇപ്പോൾ ഔട്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്ത് നിർത്തിയിരിക്കുമ്പോൾ അതോടുകൂടി ആ ടീമിൻ്റെ മൊത്തം എനർജി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ UDFൻ്റെ ഒരവസ്ഥ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത് നമുക്ക് കൃത്യമായിട്ടും പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടും. കാരണം രാഹുൽ മാക്കൂട്ടത്തിനെ ഈ ഇല്ലാത്ത കേസിൻ്റെ പേരിൽ ഒതുക്കി നിർത്തിയതോടുകൂടി അല്ലെങ്കിൽ പുറത്താക്കിയതോടുകൂടി ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനമോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ശക്തമായിട്ട് ഒരു രീതിക്ക് ഒരു സമരമുഖത്തേക്ക് വന്നിട്ടില്ല. സമരങ്ങൾ കാര്യഗൗരവമുള്ള സമര രംഗത്ത് അവർ വരുന്നുണ്ടെങ്കിൽ പോലും ആ സമരരംഗത്തിനൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വീര്യമോ ഊർജ്ജസ്വലതയോ അല്ല ഫലപ്രാപ്തിയോ കണ്ടെത്താൻ ആയിട്ട് സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. അതായത് നല്ലൊരു ഫുട്ബോൾ ടീമിൻ്റെ സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കുന്ന കളിക്കാരൻ ഔട്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ടീമിൻ്റെ മൊത്തം എനർജി നഷ്ടപ്പെടുന്നു. ആ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പ്രതിപക്ഷ നേതാവിന് അത് ബോധ്യപ്പെടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ആകെപ്പാടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സിനിമാറ്റിക് മോഡൽ ഫുൾ മേക്കപ്പിൽ വന്നിരുന്നുകൊണ്ട് കുറച്ച് ഡയലോഗൊക്കെ വിട്ടങ്ങ് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതിൽ കഴിഞ്ഞ് കാര്യമായ ഒരു പ്രവർത്തനവും പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങി നടത്താനായിട്ട് സാധിക്കുന്നില്ല, ജനങ്ങളുമായിട്ട് സംവദിക്കാനും സാധിക്കുന്നില്ല.
ഇത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കടക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രമാധ്യമക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഈ നാടൻ ഭാഷയെ പറഞ്ഞ ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ സർവ്വ ചാനലുകാർക്കും ശരിക്കും ഇൻ്റർവ്യൂ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതും വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി. എന്താ പറയുക, കാര്യം കാണണമെങ്കിൽ പലതും ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ആ കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യത്തിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്. ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഭരണ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ആ ഭരണത്തിൻ്റെ എല്ലാ അപാകതയും ഇവിടെ പൊതുസമൂഹത്തിന് ശരിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായിട്ടൊരു പ്രതികരണം ഇല്ലാത്തത് കൊണ്ടും അത്തരക്കാർ ഇവിടെ ഭരണത്തിലേക്ക് വരുന്നതിനോട് UDF ഭരണത്തിൽ വരരുതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. സ്വാഭാവികമായിട്ട് അടുത്ത ഭരണം UDF തന്നെ വരണം എന്നാണ് ഇവിടെ അടിവരയിട്ട് പറയുന്നത്. UDF തന്നെ ഭരണത്തിൽ വരണം. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മുരളീധരനും ജയിച്ച് വരരുത് എന്നുള്ളതാണ് ഇവിടെ പൊതുവായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. കാരണം നല്ല ക്വാളിറ്റിയുള്ള നേതാക്കന്മാരെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഇവർ കച്ച കെട്ടി ഇറങ്ങിയിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു കാര്യകാരണങ്ങളില്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ നല്ല ക്വാളിറ്റിയുള്ള കറതേർന്ന ഒരു കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് വളരെ ശക്തമായിട്ട് ആ ഒതുക്കി ഇല്ലാതാക്കുന്നതിന് SSP എന്ന, അതായത് സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും ചേർന്നാണ് ആ പദ്ധതി തയ്യാറാക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോക്കസായിട്ട് പ്രവർത്തിച്ചത് എങ്കിൽ പോലും കൂടെ അതിനകത്ത് ഈ പ്രതിപക്ഷ നിരയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു 3-4 വ്യക്തികളിൽപ്പെട്ടവരാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനും. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ടും തോൽക്കണം എന്ന് തന്നെ പറയുന്നത്. കാരണം അത്രയും കറ തീർന്ന നേതാവായ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കി എന്ന് മാത്രമല്ല, അതിനേക്കാളും 10 ഇരട്ടി സ്ത്രീ വിഷയങ്ങളിലും അതുപോലെ തന്നെ അഴിമതികളിലും അതുപോലെ തന്നെ ഈ 3 പതിറ്റാണ്ടുകളോളം കോൺഗ്രസിനെ തെറി പറഞ്ഞുകൊണ്ട് നടന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധനായിട്ടിരുന്ന PK ശശി, പാലക്കാട് ജില്ലയിലെ ഒരു മുതിർന്ന CPM നേതാവും മുൻ ഷൊർണൂർ MLAയും മുൻ KTDC ചെയർമാനുമായിരുന്ന PK ശശി അവിടുന്ന് ആ പാർട്ടിയിൽ നിന്നും ഇലക്ഷൻ അടുക്കാറായപ്പോഴത്തേക്കും രാജിവെച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഈ PK ശശിയെ തോളിലേറ്റിക്കൊണ്ട് രാഹുൽ മാക്കൂട്ടത്തെ ചവിട്ടി താഴ്ത്തുക കൂടി ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള സാധാരണ എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് വളരെയധികം വേദനയുണ്ട്. ഇത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിനകത്ത് VD സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനും തോൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനും ശ്രീ KB ഗണേഷ് കുമാറും തോൽക്കേണ്ടതുണ്ട്. ഈ 5 പേര് തോൽക്കേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് ആവശ്യമാണ്. എങ്കിലേ നമ്മുടെ കേരള സമൂഹം കുറേ കൂടി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുകയുള്ളൂ. ഇനി ഭരിക്കാനായിട്ട് ഇവരെ പോയി കഴിഞ്ഞാൽ ഇവരെക്കാളും നല്ല ക്വാളിറ്റിയുള്ള വളരെയധികം നേതാക്കന്മാർ ഇരു മുന്നണികളിലും അല്ലെങ്കിൽ 3 മുന്നണികളിലും ഉണ്ട് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.